ഇത്തിരി നാണം പെണ്ണിൻ കവിളിന് കുങ്കുമമേകും മംഗളഗന്ധം ആണിൻ കരളിലൊരു കിളിയൂട്ടുമ്പോൾ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. മലയാളത്തിന്റെ എവർഗ്രീൻ സ്റ്റാർ റഹ്മാൻ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് നമ്മൾ. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ, വെറുതെ പറയല്ല, സത്യം. വേറെ നഗരത്തിൽ കിട്ടാത്ത ഒരു എന്താ പറയുക, ഒരു ത്രില്ലാണ് ഞാനിവിടെ വരുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നത്. ഇത് ക്ലീശ ഇവിടെ വരുന്നവർ എല്ലാവരും ഇത് പറയുന്നതാണ്, പക്ഷെ എൻ്റെ കാര്യത്തിൽ അതൊരു സത്യമാണ്. കാരണം ചില കാരണങ്ങളുണ്ട്. ആദ്യം ഞാനൊരു നിലമ്പൂർകാരനാണെങ്കിലും എൻ്റെ മദർ കോഴിക്കോട്ടിൽ നിന്നാണ്. അതുകൊണ്ട് എന്തായാലും ആ രക്തം എൻ്റെ ഉണ്ടാവുമല്ലോ, ഒരു കോഴിക്കോടുകാരൻ്റെ രക്തം. പിന്നെ എനിക്കുണ്ടാകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ എപ്പോഴുള്ള അടുത്ത സുഹൃത്തുക്കളൊക്കെ കോഴിക്കോട് നിന്നാണ്. ഞാൻ ചെന്നൈയിലാണ് താമസിക്കെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ കോഴിക്കോടിലാണ്. അതുകൊണ്ട് വളരെയധികം സന്തോഷം ഇവിടെ വരുന്നതും നിങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നതുപോലെയാണ് എൻ്റെ തോന്നൽ. ഇവരൊക്കെ പറയുന്നുണ്ട് എൻ്റെ 2ാം വീടാണ് 3ാം വീടാണൊക്കെയാണ്, പക്ഷെ നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീടാണ്, അത് യാതൊരു സംശയവും ഇല്ല. സാറിന് സാറിന് സ്റ്റേജ് നിർത്തിയിട്ട് എനിക്കൊരു പാട്ട് പാടുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വരി പാടാം, പക്ഷെ ആ പാട്ട് നന്നായിട്ട് അറിയുന്നവരൊന്നും ഒന്ന് പാടണം. ഓക്കെ. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാറ്റ് പൂവിൻ ഈ പാട്ടാർക്ക് നന്നായിട്ട് പാടാറിയാ? എന്തായാലും മറ്റേ ബാബുവിന്റെ സൗണ്ട് കേട്ടോണ്ട് നീ സൈഫാണ്. ടീമേ വാ 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 വാ. ഇപ്പോഴാണ് ഓളോ ഇത്. വാ പാടട്ടെ. ഇത്തിരി ഡിലീറ്റ് തരും. എല്ലാരും ഏറ്റുപാടുള്ളൂ. ഞങ്ങൾ വെറുതെ പാടി തുടങ്ങുള്ളൂ. കോഴിക്കോടിന്റെ സ്നേഹം നിങ്ങൾ കാണിക്കേണ്ടത് ആ പാട്ടിലൂടെയാണ്. ഓക്കെ. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടു നീ നിഴലായി അലസമലസമായി അരികിലൊഴുകിയ ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടു നീ. താങ്ക് യു. റഹ്മാനൊക്കെ ഇന്നാണ് ഈ പാട്ട് ഇവിടെ കാണുന്നത്. അന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് പോയാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ്? അടിപൊളി. കാരണം ഈ പാട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ നല്ല ഫീവറായിരുന്നു, എനിക്ക് ഭയങ്കര ഫീവറായിരുന്നു. എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ 2 പേര് ഈ 3 പേർക്കും ചാൻസ് കിട്ടിയത് ഡാൻസ് ചെയ്യാൻ. ഞാനെങ്ങനെ ആടിയിരുന്നുള്ളൂ, ഇവർക്കൊന്നും ചാൻസ് കിട്ടൂലായിരുന്നു. എനിക്ക് അന്ന് നല്ല പനിയാ. അതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു. ഇവർ എന്റെ ചായയിൽ എന്തോ മുക്കി തന്നിട്ടാണ് രണ്ടുപേരും ചായലാക്കി എന്നിട്ടാണ് ഞാൻ വിപിനും സെന്തിലും മന്നം ആൻസറും മന്നം. അതെന്താന്നുള്ള കറക്റ്റ് ഒന്ന് പറയണല്ലോ. ഇനി സത്യം പറ, ആരാണ് ചായല്? റഹ്മാനൊക്കെ ചോദിച്ചു. മൈക്ക് വരുന്ന വ്യക്തി ആരാ? റഹ്മാനിക, ഞാനങ്ങനെ ചെയ്യാന്ന് പറഞ്ഞുള്ളൂ, ചെയ്തത് ഇവന്. ആൻസർ എന്തെങ്കിലും പങ്കുണ്ടോ? ഇതില് എന്തെങ്കിലും പങ്കുണ്ടോ? എനിക്ക് പങ്കേ ഉള്ളൂ. അങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞോട്ടെന്ന് വിചാരിച്ചു. അല്ല, ഞങ്ങൾ
ഞങ്ങൾ കലക്കി കൊടുക്കുകയും ചെയ്ത് ഇക്കൊക്കെ പനി പിടിക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. പിന്നെ അങ്ങനെ കളിക്കാൻ അറിയാതെ ഇവൻ ആൻസിനെ പറ്റി ഒരു സത്യം പറയട്ടെ, ഈ പടത്തിൽ ചെയ്യാൻ പറഞ്ഞ ഈ സോങ് കാരണമല്ലേ. അങ്ങനെ ആൻസൺ എന്തുകൊണ്ടാണ് ഈ പടം ചെയ്യാൻ സമ്മതിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതിപ്പോ പാട്ടിൽ കണ്ടിട്ടുണ്ട്, കൃത്യമായിട്ട് പറയണം. പാട്ടേ കണ്ടല്ലോ. എങ്കിലും ഒന്ന് പറഞ്ഞേക്ക്. ഞാനും റഹ്മാനൊക്കെ ഉള്ള ഒരു ബോണ്ട് കണ്ടില്ലേ? അതല്ല, ആ ഉമ്മയ്ക്ക് വേണ്ടിയാണ് നുണ പറയണ്ട. എന്റെ ഉമ്മയ്ക്ക് വേണ്ടി തന്നെ ഞാൻ കെട്ടി.